എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 5 ശ്ലോകം 32, 33, 34, 35, 36, 37 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കലിയുഗത്തിലെ കാര്യം പറയാണ് യോഗീശ്വരൻ മഹാരാജാവിനോട്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈഃ സങ്കീർത്തനപ്രായൈ യജന്തിഹി സുമേധസ. കലിയുഗത്തിലെ ഭഗവാൻ കൃഷ്ണവർണ്ണനാകുന്നു. കറുപ്പല്ല, മുഴുവൻ കറുപ്പല്ല, ഇന്ദ്രനീലമണി പോലെ ഏറ്റവും ജ്വലിക്കുന്ന തേജസ്സുള്ളവൻ. കൃഷ്ണാവതാരത്തിനാണ് പ്രാധാന്യമെന്നും ആവാം. അതല്ലേ, രൂക്ഷമായ കറുപ്പല്ല എന്നർത്ഥം. കറുപ്പ് അങ്ങനത്തെ കറുപ്പല്ല, ഒരു നീല കലർന്ന ഇന്ദ്രനീലമണി പോലെ സുന്ദരമായ ഒരു നീല. കലിയുഗത്തിലെ ഹൃദയം മുതലായ അംഗങ്ങളും കൗസ്തുഭം മുതലായ ഉപാംഗങ്ങളും സുനന്ദൻ മുതലായ പാർഷദന്മാരും ഉണ്ടായിരിക്കും. നാമസങ്കീർത്തനം, സ്തോത്രം മുതലായിട്ടുള്ള ധാരാളം കീർത്തനങ്ങൾ ഇങ്ങനെ പാടി പാടി യാഗങ്ങൾ കൊണ്ട് നല്ല വിവേകമുള്ള ജനങ്ങളെ ആരാധിക്കണം എന്നത് വളരെ പ്രസിദ്ധമാണ്. ദ്വാപരയുഗത്തിന്റെ അവസാനത്തില് കൃഷ്ണാവതാരം കഴിഞ്ഞ് ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ ഉടനെയാണ് കലിയുഗം ആരംഭിച്ചത് എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ കൃഷ്ണാവതാരത്തെ തന്നെയാണ് കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഭജിക്കാൻ അവകാശമുള്ളത് എന്നും സിദ്ധിക്കുന്നു. ഓരോ കാലത്തിലിരിക്കുന്ന ജനങ്ങളുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും ഭഗവാന്റെ അവതാരം. അതിനാൽ കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഭക്തി തോന്നത്തക്ക സ്വരൂപത്തെയും നാട്യങ്ങളെയും അനുസരിച്ചായിരുന്നു കൃഷ്ണാവതാരം എന്ന് സിദ്ധിക്കുന്നു. അതിസുന്ദരമായിട്ടുള്ള രൂപം ഭഗവാന്റെ. ഇതാണ് കലിയുഗത്തില്. ധ്യേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുദം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. അല്ലയോ നമസ്കരിക്കുന്നവരെ രക്ഷിക്കുന്നവരെ, അല്ലയോ മഹാപുരുഷ, എല്ലായ്പ്പോഴും ധ്യാനിക്കാൻ യോഗ്യതയോടുകൂടിയതും ശാന്തങ്ങളല്ലാതിരിക്കുന്ന ഇന്ദ്രിയങ്ങളാലോ കുടുംബാദികളാലോ എന്തൊരു പരിഭവം നേരിടുന്നുവോ ആ പരിഭവങ്ങളെയെല്ലാം അപ്പപ്പോൾ സംഹരിക്കുന്നതും ഭക്തന്മാരുടെ മനോരഥങ്ങൾ സാധിപ്പിക്കുന്നതും ഗംഗാതി തീർത്ഥങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമാകയാൽ എപ്പോഴും അത്യന്തം പരിശുദ്ധവും ബ്രഹ്മാവ് പരമേശ്വരൻ മുതലായ ദേവശ്രേഷ്ഠന്മാരാൽ കൂടി സ്തുതിക്കപ്പെടുന്നതും ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്നതും വിശേഷിച്ച് ഭക്തന്മാർക്ക് വരാൻ പോകുന്ന പീഡകൾ തീർത്ത് അവരെ എപ്പോഴും കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് മാത്രമല്ല സംസാര സമുദ്രത്തിൽ വീണു കുഴങ്ങുന്നവരെയെല്ലാം കടത്തിവിടുവാനുള്ള ഒരു കപ്പലായും ഇരിക്കുന്ന അങ്ങയുടെ അവിടുത്തെ ആ ചരണാരവിന്ദത്തെ ഞാൻ വന്ദിക്കുന്നു. ത്യക്ത്വാ സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവചസാ യദഗാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവത് വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. സ്വതേ ആപ്തകാമനാകയാൽ ഒന്നിലും ആഗ്രഹമില്ലാത്തതിനെയും ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി പ്രവൃത്തി ചെയ്യുന്നവനെ പോലെ ഇരിക്കുന്ന സ്ഥിതിയെയും വിവരിച്ചുകൊണ്ട് ആ ശ്രീരാമ അവതാരത്തെ സ്തുതിക്കണം. അല്ലയോ മഹാപുരുഷ, അന്യരാൽ ഉപേക്ഷിക്കപ്പെടുവാൻ കഴിയാത്തതും ദേവന്മാരുകൂടി കാക്ഷിക്കത്തക്ക യോഗ്യതയുള്ളവനുമായ
യോഗ്യതയുള്ളതുമായ രാജ്യസമ്പത്ത് ഉപേക്ഷിച്ചിട്ട് പിതാവായ ദശരഥ മഹാരാജാവിന്റെ വാക്യം പരിപാലിക്കാൻ വേണ്ടി അങ്ങയുടെ യാതൊരു ചരണാരവിന്ദം കഠിനമായ കാട്ടിൽ കൂടി സഞ്ചരിച്ചു പോകും. പിതൃവാക്യത്തെ പരിപാലിക്കേണ്ടത് പുത്രന്റെ ധർമ്മമാണ്, ശ്രേഷ്ഠധർമ്മം എന്ന് ജനങ്ങളോട് യാതൊരു പാദകമലം നിശബ്ദമായോ ഉപദേശിച്ചുവോ? കാട്ടിലിരിക്കുമ്പോൾ ഭാര്യയാൽ കാക്ഷിക്കപ്പെട്ട പൊന്മാനിന്റെ പിന്നാലെ യാതൊരു പാദകമലം സഞ്ചരിച്ചുവോ? ആപത്ത് സമീപിക്കുമ്പോൾ ബുദ്ധിമാന്മാരുടെ ബുദ്ധിക്കും വ്യാമോഹം നേരിടും. വിഷയാരണ്യം മഹാകഷ്ടം, ഭാര്യമാരുടെ വാക്കിനെ പ്രമാണമാക്കുന്നത് മൂഢത എന്നിങ്ങനെയുള്ള ശ്രേഷ്ഠധർമ്മങ്ങൾ ഗൃഹസ്ഥ ആശ്രമികളോട് യാതൊരു ചരണാരവിന്ദം ഉപദേശിച്ചുവോ? ദിവ്യമായി സർവപുരുഷാർത്ഥപ്രദമായിരിക്കുന്ന ആ ചരണ പങ്കജത്തെ ഞാൻ വന്ദിക്കുന്നു. ഏവം യുഗാനുരൂപാഭ്യാം ഭഗവാൻ യുഗവർത്തിഭി മനുജൈരിച്യതേ രാജൻ ശ്രേയസാമീശ്വരോ ഹരി. ഇപ്രകാരം യുഗത്തിന് അനുരൂപങ്ങളായ നാമരൂപങ്ങൾ കൊണ്ട് അതത് യുഗത്തിലുള്ള ജനങ്ങൾ, അല്ലയോ രാജാവേ, സകലവിധ ശ്രേയസ്സുകളും ഭജിക്കുന്നവർക്ക് കൊടുക്കാൻ ശക്തനായിരിക്കുന്ന ഭഗവാനായ ഹരിയെ പൂജിക്കുന്നു. കലിം സഭാജയന്ത്യാര്യ ഗുണജ്ഞാസാരഭാഗിന യത്ര സങ്കീർത്തനേനൈവ സർവസ്വാർത്ഥോഭിലഭ്യതേ. ഈ 4 യുഗങ്ങളിൽ വെച്ച് കലിയുഗം തന്നെ ശ്രേഷ്ഠം എന്ന് ഗുണഗ്രാഹികളായ മഹാജനങ്ങൾ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ മറ്റു യുഗങ്ങളിൽ യാഗാദി കർമ്മങ്ങൾ കൊണ്ടും ധ്യാനയോഗം കൊണ്ടും പ്രസാദിക്കുന്ന ഭഗവാൻ കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് തന്നെ പ്രസാദിക്കും. നാമസങ്കീർത്തനം ചെയ്യാൻ ആർക്കും പ്രയാസമില്ലല്ലോ. ഇങ്ങനെ ശക്തന്മാർക്കും അശക്തന്മാർക്കും അറിവുള്ളവർക്കും ഇല്ലാത്തവർക്കും ഭഗവത് നാമസങ്കീർത്തനം കൊണ്ട് ഭഗവത് അനുഗ്രഹം സമ്പാദിക്കാം എന്ന് വരുന്നത് വലിയൊരു ലാഭമല്ലേ. അതിനാൽ കലിയുഗം ശ്രേഷ്ഠം എന്ന് കരുതി മഹാന്മാർ അതിനെ ബഹുമാനിക്കുന്നു. കലിയുഗത്തില് അനേകം ദോഷങ്ങളാണ് ഉണ്ടാവുക എന്ന വിചാരത്താൽ ചിലര് കലിയെ ദുഷിക്കാറുണ്ട്. സാരത്തെ മാത്രം ഗ്രഹിക്കുന്നവർ ദോഷങ്ങളെയല്ല കാണുക, ഗുണഭാഗത്തെ മാത്രമേ കാണുള്ളൂ. അതുതന്നെ ആര്യന്മാരുടെ സ്വഭാവം, അതായത് സജ്ജനങ്ങളുടെ സ്വഭാവം. ധ്യായൻ കൃതേ യജൻ യജ്ഞൈ ത്രേതായാം ദ്വാപരേർച്ചയൻ യദാപ്നോതി തദാപ്നോതി കലൗ സങ്കീർത്തിയ കേശവം. കൃതയുഗത്തില് ധ്യാനം കൊണ്ടും ത്രേതായുഗത്തിലെ യാഗങ്ങൾ കൊണ്ടും ദ്വാപരയുഗത്തിൽ പൂജ കൊണ്ടും യാതൊരു ഫലത്തെ പ്രാപിക്കുന്നുവോ കലിയുഗത്തിൽ ആ ഫലം ഹരിനാമ സങ്കീർത്തനം കൊണ്ട് സിദ്ധിക്കുന്നു എന്ന് മഹാന്മാർ കലിയെ സ്തുതിക്കുന്നു. നഹ്യത പരമോ ലാഭോ ദേഹിനാം ഭ്രാമൃതാമിക യതോ വിന്ദേത പരമാം ശാന്തിം നശ്യതി സംസൃതി. ഈ ലോകത്തിൽ ജനിച്ചും മരിച്ചും കൊണ്ട് ചുറ്റിത്തിരിഞ്ഞു വലയുന്ന ജനങ്ങൾക്ക് പുരുഷാർത്ഥം സാധിക്കാൻ നാമസങ്കീർത്തനത്തെക്കാൾ ഉചിതമായൊരു മാർഗം വേറൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ സങ്കീർത്തനം കൊണ്ട് തന്നെ പ്രസാദിച്ച ഭഗവാൻ ശ്രീഹരി ഭക്തന്മാരുടെ ഹൃദയത്തിലിരുന്ന് വിഷയാശ സംഹരിച്ച് പരമശാന്തി നൽകുന്നു. എപ്പോൾ ശാന്തി സിദ്ധിക്കുന്നുവോ അപ്പോൾ ജനിക്കുക മരിക്കുക എന്ന ദുഃഖത്തിൽ നിന്ന് മുക്തനായി. ഇതിലധികം സിദ്ധിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ഇത് തന്നെ പരമപുരുഷാർത്ഥ പ്രാപ്തി. ഇതിന് കലിയുഗത്തിൽ വളരെ എളുപ്പമുണ്ട്. അതുകൊണ്ട് കലിയുഗം ശ്രേഷ്ഠമെന്ന് മഹാന്മാർ പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.